നമസ്കാരം. അഖിൽ മാരാറിൻ്റെ രാജ്യസ്നേഹത്തെക്കുറിച്ചുള്ളൊരു പോസ്റ്റാണ്. പുള്ളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ ട്രെൻഡിങ്ങിന് പറയാൻ പോകുന്ന ആളാണ്. ഏതെങ്കിലും ഒരു വിഷയം ട്രെൻഡിങ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ട് വൈറലാക്കും. ആ പുള്ളി പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ വൈറലാകുമല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ കാണും. കുറ്റം പറയും. നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളും കൊങ്ങകളും അത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ കൊങ്ങകളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ സംഘികളും കമ്മികളും അത് സപ്പോർട്ട് ചെയ്യും. തിരിച്ച് സംഖ്യകളെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ കൊങ്ങികളും കമ്മികളും വന്ന് ഈ പറയുന്ന അഖിൽ മാരാറിനെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് പുള്ളി പിന്തുടരുന്നത്. പക്ഷേ ഇവിടെ സംഭവം പാളിപ്പോയെന്ന് വെച്ചാൽ യുദ്ധം അവസാനിപ്പിക്കുന്നു, അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. പുള്ളി വിചാരിച്ചിരിക്കുന്നത് ഈ ഇന്ത്യയിലെ മുഴുവൻ ആൾക്കാർ യുദ്ധത്തെ അനുകൂലിക്കുന്നു എന്നാണ്. എങ്ങനെ ഇവിടെ യുദ്ധം നടക്കട്ടെ, പാകിസ്ഥാൻ ഇന്ത്യയും തമ്മിൽ വലിയ യുദ്ധം നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നാണ് വിചാരിച്ചത്. അപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുക, രാജ്യം എന്ത് ചെറ്റത്തരവാടിച്ച നരേന്ദ്രമോദി എത്ര മോശക്കാരനാണ്, നട്ടലില്ലല്ലോ, അമേരിക്കയുടെ മുമ്പിൽ ഇന്ത്യ അടിയറവ് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇടുമ്പോൾ എല്ലാവരും വന്ന് പുള്ളിയെ സപ്പോർട്ട് ചെയ്യുമെന്നാണ് കരുതിയത്. ഇയാളുടെ രാജ്യസ്നേഹം ഇത് കപട രാജ്യസ്നേഹം എന്നാണ് പറയേണ്ടത്. പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കണമെന്നാണ് അഖിൽ മാരാരുടെ ആഗ്രഹം. ഇന്ത്യക്ക് സാധിക്കും, 100% സാധിക്കും പാകിസ്ഥാനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ. പാകിസ്ഥാനെ കഴിയും 100 ഇരട്ടി ശക്തിയുള്ള രാജ്യമാണ് നമ്മുടേത്. പക്ഷേ അത് ചെയ്യില്ല, 100% ചെയ്യില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, കൊച്ചുകുട്ടികൾക്കും വരെ അറിയാം. അഖിൽ മാരാർക്കും അറിയാമായിരിക്കും. ഇവൻ അറിയത്തില്ലെങ്കിൽ ഇവൻ ലോക ഓട്ടനാണ്. ഇവൻ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെപ്പോലുള്ള ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയാണ്. ഇവൻ പാകിസ്ഥാൻ വിദ്വേഷം നമ്മളിലോട്ട് കയറ്റിയിട്ട് നമുക്ക് സ്വാഭാവികമായിട്ടും പാകിസ്ഥാനോട് ശത്രുത ഉണ്ടല്ലോ, ആ ഒരു വിദ്വേഷം കൂടെ നമ്മുടെ മനസ്സിലോട്ട് കയറ്റിയിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് ആ ഒരു കാര്യവും പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറയേണ്ടത് അമേരിക്കയാണ് ഇവൻ്റെ ഏറ്റവും വലിയ ശത്രു. ഇവൻ ഈ ആദ്യം പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ അമേരിക്കയെക്കുറിച്ചാണ് പറയാൻ തുടങ്ങിയത്. അമേരിക്ക അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, അമേരിക്ക അടിമയാണ് ഇന്ത്യ എന്നൊക്കെയാണ് ഇവൻ പറഞ്ഞത്. ഏത് കൊച്ചു കുട്ടികൾക്കും വരെ ലോകത്തിലെ നമ്പർ 1 രാജ്യം അമേരിക്കയാണ്. ഇപ്പോഴും കാലചക്രത്തിൽ അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒരു 50 വർഷങ്ങൾക്കപ്പുറം നമ്മുടെ രാജ്യമായിരിക്കും ചിലപ്പോൾ നമ്പർ 1, പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്തായാലും അമേരിക്കയാണ്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, ഇപ്പോൾ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്, 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ഇന്ത്യക്ക് അമേരിക്കയോട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല ഈ ഒരു കാര്യത്തിൽ പ്രശ്നം പരിഹരിക്കണമെന്ന്. പാകിസ്ഥാൻ ചിലപ്പോൾ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകും. കാരണം അല്ലെങ്കിൽ പാകിസ്ഥാനാണ് നഷ്ടം 100%. പാകിസ്ഥാൻ ആവശ്യപ്പെട്ടാണ് അമേരിക്കയോട് ഞങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിൽ ഇടപെട്ട ഒരു പരിഹാരം കാണണമെന്ന് തീർച്ചയായിട്ടും ആവശ്യപ്പെട്ട് കാണും. അങ്ങനെ ആയിരിക്കാം അമേരിക്ക ഇടപെട്ടത്. അപ്പോൾ അമേരിക്ക ആവശ്യപ്പെടുമ്പോൾ എന്തായാലും ഇന്ത്യക്ക് അത് നിരാകരിക്കാൻ സാധിക്കത്തില്ല. അവരെന്തെങ്കിലും